ഇന്ന് നമുക്കേ ഒരു വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുക്കറിനകത്തേക്ക് ഒരു ഉരുളക്കിഴങ്ങ് മതി. ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പിട്ട് അടപ്പത്തേക്ക് വെക്കാം. സ്വല്പം ഉപ്പ് മാത്രം ഇട്ട് വെക്കാം കേട്ടോ. തീ പിടിപ്പിക്കട്ടെ. അതപ്പോൾ അവിടെ ഇരുന്ന് വെന്തോളും. ഇതിവിടുന്ന് വേഗട്ടിട്ട് അപ്പോഴേക്കും ഞാനിതിനുള്ള ചേരുവകളൊക്കെ എടുക്കട്ടെ. എന്താ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്കകത്തേക്ക് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാതെ. ഇത് മൊഴിയട്ടെ കേട്ടോ. എൻ്റെ കുഴപ്പമായിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. 2 ദിവസത്തിനുള്ളിൽ ട്രൈപ്പോഡ് വരും. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടി, ഇത്രയും പൊടികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊടികളിട്ടിട്ട് കരിഞ്ഞു പോകരുതേ. കരിഞ്ഞു പോകാണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പാലുകറിയൊന്നുമല്ല വെക്കുന്നത്, മസാലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉടക്കട്ടെ കേട്ടോ. കൈവച്ച് ഉടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഉരുളക്കിഴങ്ങ് വെന്ത വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല നമുക്കിതിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഇല്ലേ മതി. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇന്ന് ഞാനിപ്പോൾ ഒരു ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചോറ് വേവിച്ചാൽ വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റാണ് ചോറ് വേവിക്കുന്നത്. അപ്പോൾ വേണ്ടേ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് ചെമ്മീൻ പൊരിക്കാൻ. ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കാണാവോ? കാണിച്ചു തരാം. എന്താ ചെമ്മീനകത്ത് എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത്രയും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു ഇത്തിരി പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ടിട്ടുണ്ട്.
ഇനി അത് നന്നായിട്ട് മുരിയിട്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തടത്തിൽ അപ്പം ചുട്ടെടുക്കാം. സമയം തോന്നും. അതവിടെ കിടന്ന് വേവട്ടെ. ഇവിടെ നമുക്ക് അപ്പം ചൂടാം കേട്ടോ. ഞാനിവിടെ ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈശ്വര തീ കത്തിച്ചില്ല, തീ കത്തിക്കാൻ മറന്നുപോയി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഇത് ഓർമ്മക്കുറവ് അത്രയ്ക്കുണ്ട്. ഇനി ആ അപ്പം പോകൂല. എനിക്ക് മൂടി വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്നൊന്ന് നല്ല സ്മൂത്താവട്ടെ കേട്ടോ. ഒരു ചെമ്മീനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീനും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് അവിടെ കിടന്നൊന്നാവട്ടെ. എന്താ ചെമ്മീൻ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിനെ ഊറ്റി വെച്ചേക്കായിരുന്നേ. അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്നൊന്ന് സെറ്റാവട്ടെ. മല്ലിയില ഇട്ടില്ലായിരുന്നു. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറത്തേക്ക്. ചെമ്മീൻ ചോറ് റെഡി കേട്ടോ. ചോറ് ഞാനൊന്ന് ഇളക്കട്ടെ കേട്ടോ. അപ്പോഴേ ഇത് ഉണ്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി പിന്നീട് കാണാം കേട്ടോ.